ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിന്ദ്. ഇന്നത്തെ വീഡിയോ ഉലുവ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് സീഡ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ദിനംതോറും കുടിക്കുന്നത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതായത് വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിട്ടുള്ള ദഹന ഗ്യാസ്, അതുപോലെ തന്നെ വയറുവീർപ്പ്, ദഹന പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം സഹായിക്കും. അത് നമുക്ക് ഉലുവ 1-2 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ 3-4 മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഗ്യാസ് പോലെയുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ ബ്ലോട്ടിങ്, വയറുവീർപ്പ്, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഇതെല്ലാം മാറിക്കിട്ടാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധമാണ് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം. അതുപോലെ തന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മൂത്രത്തിൽ എരിച്ചിൽ, പുകച്ചിൽ, അതുപോലെ തന്നെ വേദന, ചൊറിച്ചിൽ, ഇതുപോലെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, ഡെയിലി ബേസിസിൽ കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ആ ഇൻഫെക്ഷൻ കുറഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റ് സിംറ്റംസ് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം. നമുക്ക് ഉലുവ കഞ്ഞിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. ഉലുവ തന്നെ നമ്മൾ കഞ്ഞിയാക്കി പ്രിപ്പയർ ചെയ്ത് ആഴ്ചയിൽ 2 ദിവസം കഴിക്കുന്നത് മൂലം വെയിറ്റ് ലോസിന് സഹായിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് അത് കുറച്ച് നിർത്താനും ബ്ലഡ് ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവ കഞ്ഞി പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് വേണ്ടത് ഉലുവ 1/4 കപ്പ് വേണം എടുക്കാനായിട്ട്. അത് വെള്ളത്തിൽ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കുക, കുതിർക്കാൻ വെക്കുക. അതുപോലെ തന്നെ ഞവര അരി, ഇതും ഗ്ലൂക്കോസ് ലെവൽസ് കുറച്ച് നിർത്താൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഞവര അരി. അതും നമുക്ക് വെള്ളത്തിൽ തലേന്ന് തന്നെ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം രാവിലെ ഇത് രണ്ടും ഞവര അരിയും ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുത്ത് അതിനുശേഷം അല്പം തേങ്ങ ചിരുവിയതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസം കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. വെയിറ്റ് ലോസ്, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇത് ബ്ലഡ് ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ PCOS പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക്, ഹോർമോണിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലുള്ള PCOS പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത് വളരെ ഫലപ്രദമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹോർമോൺ ലെവൽസ് ബാലൻസ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. PCOS, പ്രത്യേകിച്ച് PCOS ഉള്ള സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഉലുവ കഞ്ഞി. പിന്നെ പ്രസവാനന്തരമായിട്ട് അമ്മമാർക്ക് പാല് വർദ്ധിക്കാനും ഉലുവ കഞ്ഞിയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. മാത്രമല്ല കർക്കിടക മാസത്തിൽ ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് നമുക്ക് ഈ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത്, ശർക്കരയും ചേർത്ത് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പനി പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ നീർക്കെട്ട് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വളരെയധികം സഹായകരമാണ് ഉലുവ കൊണ്ടുള്ള ഇതുപോലുള്ള കഞ്ഞി പ്രിപ്പറേഷൻസ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവ നമുക്ക് മുഖത്ത് ഇടുന്നത് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് ഫേസ് മാസ്ക് ആയിട്ട് ഇടുന്നത്. അത് ഉലുവ നമ്മൾ തലേന്ന് തന്നെ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം രാവിലെ അത് നന്നായിട്ട് വെള്ളത്തിൽ പേസ്റ്റാക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉലുവ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം തൈരോ അല്ലെങ്കിൽ മിൽക്കോ ഉപയോഗിക്കാം, പാലോ ഉപയോഗിച്ച് ഇതൊരു ഫേസ് മാസ്ക് ആക്കി മുഖത്തിടുന്നത് വളരെ ഫലപ്രദമാണ്. ഉലുവ കൊണ്ടുള്ള ഫേസ് മാസ്ക് നമുക്ക് സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്ത്, അത് ഗ്രാനുവൽസ് ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം മാറിക്കിട്ടാൻ സഹായിക്കും. മാത്രമല്ല പിമ്പിൾസ് വരാതിരിക്കും, പ്രത്യേകിച്ച് ഓയിലി സ്കിൻകാർക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് സ്കിന്നിലുള്ള എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഉലുവ കൊണ്ടുള്ള ഫേസ് മാസ്ക്. അതുപോലെ തന്നെ ഇത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏജിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വ്രിങ്കിൾസ് പോലുള്ള ചുളിവുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ് ഇതുപോലെ ഉലുവ കൊണ്ടുള്ള ഫേസ് മാസ്ക്. മാത്രമല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഉലുവ കൊണ്ടുള്ള ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് ഹെയറിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ അതുപോലെ തന്നെ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഉലുവ പൊടിച്ചത് തേനിലോ അല്ലെങ്കിൽ തൈരിലോ മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ലോസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടാനും വളരെ ഫലപ്രദമാണ് ഇതുപോലെ ഉലുവ കൊണ്ടുള്ള ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്
subscribe for more videos.